ആഭിമുഖ്യത്തിൽ നടക്കുന്ന SSLC +2 വിദ്യാർത്ഥി ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ഒരു പ്രോത്സാഹന സമ്മാനം എന്ന നിലയിലാണ് നമ്മൾ ഈ മൊമെന്റോ വിതരണം ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് ഏറെ അഭിമാനവും ഓണവിലാവ് ബൂത്ത് കമ്മിറ്റിയെ സംബന്ധിച്ച് ഏറ്റവും സ്നേഹത്തോടു കൂടിയുള്ള ഈ നമ്മുടെ ആളുകളെല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും നമ്മുടെ ഏറ്റവും മിടുക്കരായ കുട്ടികളെ കണ്ടെത്തി ഇത് നമ്മുടെ നാടിന് ഏറ്റവും പ്രയോജനപ്രദമാകുന്ന വിധത്തിൽ നല്ല കുഞ്ഞുങ്ങളെ കൂടുതൽ ഉന്നത മാർക്കുകൾ നേടിക്കൊണ്ട് ഈ നാടിന് അഭിമാനമായി തീരുന്നതിന് വേണ്ടി ആണ് നമ്മൾ ഈ മൊമെന്റോ വിതരണം ചെയ്യുന്നത്. എരുമേലി പാണവിലാവ് കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 10ാം ക്ലാസ് CBSE +2 എന്നിവയിൽ ഉജ്ജ്വല വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും കോപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ലോക റെക്കോർഡ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയെയും മൊമെന്റോ നൽകി ആദരിച്ചു. SSLC പരീക്ഷയിൽ ഫുൾ A+ വാങ്ങിയ അലിൻ തെരേസ് ഡൊമിനിക് അമ്പാട്ടുപറമ്പിൽ, ഉന്നത വിജയം കരസ്ഥമാക്കിയ രഞ്ജിനി മനോജ്, ആൻമരിയ അനീഷ് പന്നാങ്കുഴിയിൽ, അനഘ അനിൽകുമാർ ചാത്തപ്ലാക്കൽ, ജിനിത് ടോമി നെടുമുറിയിൽ എന്നിവരെയും +2 CBSE പരീക്ഷയിൽ ഫുൾ A+ വാങ്ങിയ ആൽബർട്ട് ജൂഡ് റെജി വാതല്ലൂർ, +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അൻവിത ബിൻസ് കുഴിക്കാട്ട്, കോപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ വാഷിംഗ് മെഷീൻ കണ്ടുപിടുത്തം നടത്തി ലോക റെക്കോർഡിന് അർഹനായ സെബിൻ സജിയെയുമാണ് എരുമേലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജിമോൾ സജി മൊമെന്റോ നൽകി അഭിനന്ദിച്ചത്. ഈ അഭിനന്ദനം മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ തീർച്ചയായും മാതൃകയും ഒരു പ്രോത്സാഹനവുമാകും. മിനിയേച്ചർ ടൈപ്പ് ആണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പം ഇത് നമുക്ക് നമ്മുടെ നോർമൽ വാഷിംഗ് മെഷീൻ, ഓട്ടോമേറ്റഡ് അല്ല, നോർമൽ സെമി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള വാഷിംഗ് മെഷീന്റെ മിനിയേച്ചർ. അപ്പൊ അതിന് നമുക്ക് വാഷ് ചെയ്യാം, സ്പിൻ ചെയ്യാം, ഡ്രെയിൻ ഔട്ട് ചെയ്യാം. അപ്പൊ 3 പ്രോസസ്സാണ് ഇത് നടക്കുന്നത്. നിലവിൽ ആന്ധ്രാപ്രദേശാണ് ചെയ്തേക്കുന്ന അതേ മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതിന്റെ നമുക്ക് ഇതിന്റെ അകത്ത് തുണിയിട്ട് അതിന്റെ മെറ്റീരിയൽസ് എല്ലാം ഇട്ട് കഴിഞ്ഞ് വാഷ് ചെയ്യാം. ഇതിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് ചെറിയൊരു പീസ് തുണിയുണ്ട്. ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇതിലെ ഡ്രെയിൻ ഔട്ട് ആവും, പുറത്തോട്ട് വെള്ളം പോവും. നമ്മുടെ സെമി ഓട്ടോമേറ്റഡ് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ.